ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലെബനോണിലൊരു ബോംബിങ് നടന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ കയറി യുനോ ഈ ഇതുപോലുള്ള ഈ ഭീകരന്മാർക്കെതിരായിട്ട് പോരാടണം, അല്ലെ പിന്നെ നമ്മൾ ഭൂമി ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ എന്നൊരു മനസ്സിലൊരു ചിന്തയും. ഇനി വരുന്ന തലമുറയോട് പറയാനുള്ളത്, മിലിറ്ററി ഈസ് സെർവിങ്. രാജ്യത്തിന് വേണ്ടി നമ്മൾ സെർവ് ചെയ്യണം, മറ്റുള്ളവരെ സെർവ് ചെയ്യണം. നമ്മുടെ ഫാമിലി, കൾച്ചർ വാല്യൂസ് ഇതെല്ലാം പ്രിസർവ് ചെയ്യണം. ഇപ്പം ഞാൻ ഇത്രയും 50 വർഷത്തോളം ആയി ഇവിടെ വന്നിട്ട് മലയാളം കൾച്ചർ എനിക്ക് വേണ്ട, എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മക്കൾക്കും അറിയാം, അവർക്കും അറിയാം മലയാളവും കാര്യങ്ങളും. അവരോട് ഇടപെട്ടാൽ അവർക്കറിയാം കേരള കൾച്ചർ അവർക്കുണ്ട്, ഉണ്ട്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അമേരിക്ക പല രാജ്യങ്ങളുടെ, പല ദേശങ്ങളിൽ നിന്നൊക്കെ വന്നെത്തിയ ആളുകളുടെ ഒരു സംഗമ ഭൂമിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവിടെ മലയാളിക്കും നിർണായകമായ ഒരു സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം മലയാളികൾ ഈ രാജ്യത്തുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് പല നിലകളിൽ കുടിയേറിയവരാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, ലൂയി ഷിക്കാഗോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ജോസഫ് ലൂയി ജോർജ്. ഓക്കെ, കോഴഞ്ചേരിക്കടുത്ത് ഇലന്തൂർ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇവിടേക്ക് രാജ്യത്തേക്ക് വന്നതെന്നൊക്കെ നമുക്ക് കേൾക്കാം. എന്നാൽ അതിനെക്കാട്ടിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, അദ്ദേഹം അമേരിക്കൻ നേവിയിൽ 6ാം കപ്പൽപ്പടയിൽ ഒരു സ്ക്വാഡ്രണിൽ നിരവധി ആക്ഷനുകളിൽ പങ്കെടുത്ത ഒരു സൈനികനാണ്. അദ്ദേഹത്തിൻ്റെ ആ സൈനിക ജീവിത അനുഭവങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കുവാൻ പോകുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ആദ്യത്തെ ചോദ്യം, ലൂയി ഷിക്കാഗോ, ആ പേര് എങ്ങനെ? അനേകം മലയാളികൾ ഇവിടെയുണ്ട്, പക്ഷേ ഷിക്കാഗോയുടെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ മലയാളിയാണ് ലൂയി ഷിക്കാഗോ. അതെങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ധാരാളം മലയാളികൾ ഷിക്കാഗോയിലുണ്ട്, പക്ഷേ ഷിക്കാഗോയുടെ ആ പേരോടുകൂടി അറിയപ്പെടുന്ന ഒരാളേ ഉള്ളൂ, ലൂയി ഷിക്കാഗോ. അതെവിടെ എങ്ങനെ ഒപ്പിച്ചെടുത്തു? ഈ ലൂയി ഷിക്കാഗോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റർ കെ.സി. ജോണും എല്ലാം കൂടെ വന്ന് ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. അതെ, ഒന്നുകൂടെ പറഞ്ഞ്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് കമ്പ്യൂട്ടർ കൊടുത്തു. ആദ്യത്തെ കമ്പ്യൂട്ടറും അങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് സഭയെ പഠിപ്പിച്ച ആൾ ഞാനാണ്. അത് ഏത് വർഷം? അത് 10 വർഷത്തിന് മുമ്പാണ്. 20 വർഷം മുമ്പ് ആയിരിക്കത്തില്ല. കമ്പ്യൂട്ടർ എന്ന് ഇറങ്ങി അന്ന് ആദ്യത്തെ കമ്പ്യൂട്ടർ ബൈജു അന്നുണ്ട്. ബൈജുവിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എനിക്ക് ആ ഡേറ്റ് എക്സാക്ട്ലി ഓർക്കുന്നില്ല. ഓക്കെ, എന്തായാലും ദൈവസഭയ്ക്ക് ആദ്യത്തെ കമ്പ്യൂട്ടർ കൊടുത്ത ആളാണ്. ഓക്കെ, അതിൻ്റെ സാഹചര്യം എന്തുവാ? സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാസ്റ്റർ കെ.സി. ജോൺ ഇവിടെ വന്നപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നപ്പോൾ അദ്ദേഹം ആദ്യം വിചാരിച്ച ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റർ പോലെ പരിപാടിയാണല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് പുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, നമുക്ക് ഒരു കമ്പ്യൂട്ടർ IPCക്ക് ആവശ്യമാണത്. ഓക്കെ, അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ആദ്യമായിട്ട് ഞാനാണ് സഭയ്ക്ക് ഡൊണേറ്റ് ചെയ്തത്. ഓ, അത് ശരി. അങ്ങനെ കുമ്പനാട് IPC ഓഫീസിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ ഞാൻ കൊടുത്തതാണ്. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. ഞാൻ അവരെ ട്രെയിൻ ചെയ്തു. അന്ന് ഇന്നത്തെ പോലെ ചീപ്പായിട്ടല്ല കമ്പ്യൂട്ടർ കിട്ടുന്നത്, വളരെ വില കൂടിയ സാധനമാണത്. ഓക്കെ, എനിവേ അതുപോട്ടെ. നമ്മളിപ്പം ഈ ലൂയി ഷിക്കാഗോ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. ഇത് ആ സമയത്ത് അവരൊരു പറഞ്ഞു ലൂയി എന്ന് പറഞ്ഞ്, ലൂയി ചക്കാലയിൽ നിന്നായിരുന്നു പേര്. അപ്പോൾ അവർ പറഞ്ഞു ചക്കാലയൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ശരിക്കുള്ള പേര്, ഒഫീഷ്യൽ നെയിം ജോർജ് ജോസഫ്, ജോസഫ് ലൂയി ജോർജ് എന്നായിരുന്നു. പിന്നെ ജോർജ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പാസ്പോർട്ട് വന്നപ്പോൾ 2 നെയിം മതി എന്ന് പറഞ്ഞ പപ്പ അത് ജോസഫ് ജോർജ് ആക്കി. ഓക്കെ, അങ്ങനെ കുമ്പനാട് പരിചയപ്പെടുത്തുന്നതാണ് ലൂയി ഷിക്കാഗോ. ഐപിസിയോടുള്ള ബന്ധത്തിലാണ് വരുന്നത്. ഓ, ഓക്കെ, അതെനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ വന്ന ആ പേരങ്ങ് സ്ഥിരമായി. പിന്നെ എല്ലാവരും നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ലൂയി ഷിക്കാഗോ, പിന്നെ നമ്മൾ പൊതുപ്രവർത്തനങ്ങളിലും ലൂയി ഫ്രം ഷിക്കാഗോ എന്ന് പറഞ്ഞ് ലൂയി ഷിക്കാഗോ, അങ്ങനെ ലൂയി ഷിക്കാഗോയെ. ഓക്കെ, ഇനി സൈനിക സേവനം അമേരിക്കയിൽ ഏത് പ്രായത്തിലാണ് വന്നത്? 12 വയസ്സുള്ളൂ. 12ാമത്തെ വയസ്സിൽ വന്നു. ഏത് വർഷം? അത് 89 ഒടുവിൽ, 89 നവംബർ. ഓക്കെ, ആ കാലഘട്ടത്തിൽ പിന്നെ ഇവിടേക്ക് വരുമ്പോൾ, ഈ 12ാമത്തെ വയസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സൈനിക സേവനമോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു അറിവില്ല. എത്രാമത്തെ വയസ്സിലാണ് സൈന്യത്തിൽ ചേരുന്നത്?
അതായത് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലെബനോണിലൊരു ബോംബിങ് നടന്നത്. അപ്പോൾ അന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ 4 ചാനലേ ഉള്ളൂ. ഇന്നത്തെ ഇപ്പോൾ ഒത്തിരി ചാനലില്ല. ഓക്കെ. അപ്പോൾ വൈകിട്ടത്തെ ന്യൂസിൽ എനിക്ക് തോന്നുന്നു ABC-ലാണോ CBS-ലാണോ ഇങ്ങനെ പപ്പ കണ്ടുകൊണ്ടിരുന്നപ്പം അവർ വളരെ ദുഃഖിതരായിട്ട് പറഞ്ഞു, അമേരിക്കക്കാരെ ഒരുപാട് പിള്ളേരെ ഒരുപാട് സോൾജേഴ്സിനെ കൊന്നു കളഞ്ഞു ലെബനോണിൽ. അത് ലെബനോണിൽ ആരാ അറ്റാക്ക് ചെയ്തത്? അതായത് അല്ലല്ല, ലെബനോണിൽ അറ്റാക്ക് ചെയ്തത് ഇറാൻ്റെയും ഹിസ്ബുള്ള അതുപോലുള്ള ഗ്രൂപ്പിൻ്റെ അങ്ങനെ അന്നുണ്ടായിരുന്ന ഈ മിലിഷ്യ ഗ്രൂപ്പ് ബോംബ് ചെയ്തു. ഓക്കെ. അതൊരു ട്രക്ക് ബോംബിംഗ് ആണ്. ഞാൻ ഇന്നത്തെ ഓർക്കുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ കയറി യുനോ ഈ ഇതുപോലുള്ള ഈ ഭീകരന്മാർക്കെതിരായിട്ട് പോരാടണം, അല്ലെ പിന്നെ നമ്മൾ ഭൂമി ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ എന്നൊരു മനസ്സിലൊരു ചിന്തയും. യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? പക്ഷേ പ്ലാനിങ്, ബുക്കിംഗ്, ഐറ്റിനറി ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ശൈല ഹോളിഡേയ്സിന്റെ ഗ്രൂപ്പ് ടൂർ പാക്കേജസ്. ഫ്ലൈറ്റ്സ്, ഹോട്ടൽസ്, സൈറ്റ് സീയിങ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പീരിയൻസ് ടൂർ മാനേജേഴ്സ് ഇവയെല്ലാം ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫ്രണ്ട്സ്, ഫാമിലി ഓർ ഫെലോ ട്രാവലേഴ്സിനൊപ്പം ഈ വേൾഡ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാം. Then why you waiting for? Book now your group tour packages with www.shailaholidays.com. അപ്പോൾ ഞാനത് എനിക്ക് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ഞാൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് ഇത് പഠിച്ചത്, ഇംഗ്ലീഷ് പഠിച്ചത്. അതെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ലാംഗ്വേജിൻ്റെ ഇതുണ്ട്. പിന്നെ ഹൈസ്കൂളിലൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ക്യാച്ചപ്പ് ചെയ്തു. മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ അപ്പാട് പറഞ്ഞപ്പോൾ അപ്പായ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ പോയാൽ തിരിച്ചു വരികയില്ല. പപ്പയുടെ പേരെന്തുവായിരുന്നു? MS ജോർജ്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്തുവാ? പപ്പ നാട്ടിൽ വെച്ചൊരു ടീച്ചറായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്ന് അപ്പോൾ ഇവിടെ ഐറിഷ് കോൺസുലേറ്റിൽ ജോലി കയറി. അങ്ങനെയാണ് അപ്പോൾ ഇമിഗ്രൻ്റാണ്. ഓക്കെ. അപ്പോൾ MS സാമുവലാണോ പപ്പയൊക്കെ കൊണ്ടിരുന്നത്? അതോ? അതെ, MS സാമുവലിൻ്റെ കാര്യം ഞങ്ങളുടെ ഒരു അപ്പച്ചൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഡോക്ടർ മക്കോയിയുടെ ഒരു ഹെൽപ്പിലാണ് പാസ്റ്റർ MS സാമുവൽ എന്ന് പറഞ്ഞ എൻ്റെ ഉപ്പാപ്പൻ അമേരിക്കയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് അമേരിക്ക വരുന്നത് ഉപ്പാപ്പൻ MS സാമുവൽ. ഓക്കെ. അപ്പോൾ അപ്പച്ചനോടുള്ള ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കാരണം അന്ന് MS-ന് ഫൈനാൻഷ്യൽ ബാക്കപ്പ് ചെയ്ത ഗ്രാൻഡ്പ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിലാണ് അപ്പച്ചൻ്റെ മക്കളെ ഓരോരുത്തരെ ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ഐ ഹാവ് ടു സേ ഉപ്പാപ്പൻ്റെ ലീഡർഷിപ്പ്, MS സാമുവലിൻ്റെ ലീഡർഷിപ്പ് എല്ലാ വിധത്തിലും ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾ വി അപ്രീഷിയേറ്റ് ഹീസ് എഫേർട്സ്. ഓക്കെ. എനിവേ അങ്ങനെ വന്നു. പിന്നെ അപ്പം ഫാദറിനെ കുറിച്ചാണ് ചോദിച്ചത്. ഫാദർ നിങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരുന്നോ അതോ? അതായത് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ചെല്ലമ്മസ് ആൻറ്റി എന്ന് പറഞ്ഞ എനിക്കൊരു ചെല്ലമ്മ ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി കഴിഞ്ഞുള്ള എല്ലാവരും പെന്തക്കോസ്തിലാണ് ജനിച്ചത്. അതിനു മുമ്പ് അവർ റീത്ത് കാത്തലിക്സ്, CSI അങ്ങനെയൊക്കെയുള്ള പലതിലാണ്. എന്തെങ്കിലും ബ്രദർ കണക്ഷൻ ഉണ്ട്. മമ്മിയുടെ എൻ്റെ അമ്മ ബ്രദറുകാരായിരുന്നു. അപ്പച്ചനെ അവിടുത്തെ ഒരു പ്രധാന എൽഡറായിരുന്നു. ഓക്കെ. എനിവേ അപ്പോൾ 12ാമത്തെ വയസ്സിൽ ഇവിടെ വരുന്നു. ഇവിടെ ഹൈസ്കൂളിൽ പഠിക്കുന്നു. അങ്ങനെ 3 വർഷം കഴിയുമ്പോഴേക്കും ഒരുമാതിരി ലാംഗ്വേജും ഒക്കെ ഫ്ലുവൻ്റ് ആകുന്നു. മിലിറ്ററിയിൽ പോകാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നു. വീട്ടിൽ പറയുന്നു. വീട്ടുകാരെ അതിനോട് എതിർക്കും. ഓക്കെ. ദെൻ വാട്ട് ഹാപ്പൻ? സോ 19 അപ്പോൾ അങ്ങനെ 84 ഞാൻ മിലിറ്ററി സൈൻ ചെയ്തു. വീട്ടിൽ ചോദിച്ചിട്ട് തന്നെ? ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സൈൻ ചെയ്തു. ഓക്കെ. അപ്പോൾ അന്ന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അമേരിക്ക റിസഷൻ്റെ ടൈം. റിസഷൻ ആയപ്പോൾ ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി, ജോലിക്കൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വോളണ്ടറി വർക്കായിട്ട് ഹോസ്പിറ്റലുകളെ അങ്ങനെയുള്ള വോളണ്ടറി വർക്കൊക്കെ നടന്നു. വോളണ്ടറി വർക്ക് നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കോളേജിൽ പഠിക്കാനുള്ള പൈസ വേണമല്ലോ. 10-16 വയസ്സേ ഉള്ളൂ. 17 വയസ്സായി. 17 വയസ്സുള്ളപ്പോഴാണ്. 18 വയസ്സായി ഞാൻ മിലിറ്ററി കയറുന്നു. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ ഉണ്ടായിരുന്നു, ഏവിയേഷൻ. ഓക്കെ. എനിക്ക് പ്ലെയിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം അന്ന്
എൻ്റെ ചെറുപ്പത്തിലൊക്കെ പിന്നെ അവിടെ ചെറിയ പ്ലെയിനുകൾ വരികയും അവിടെ ഞങ്ങളുടെ മമ്മിയുടെ വീടിനടുക്ക് റബ്ബർ ബോർഡ് ഉണ്ടായിരുന്നു. റബ്ബർ ബോർഡിൻ്റെ അടുക്കിൽ മരുന്നടിക്കാൻ അത് കാണുമ്പോൾ അതൊക്കെ അവർ കയറണം, അതെല്ലാം ഒന്ന് ഫ്ലൈ ചെയ്യണമെന്നൊക്കെ ഒരു താല്പര്യം ആഗ്രഹമുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ വേറൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ എൻ്റെ പേരൻസ് ഇവിടെ ആയിരുന്നല്ലോ, അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഞാൻ മടിയിലിരുന്ന് വളർന്നെന്ന് പറഞ്ഞാൽ മമ്മിയുടെ അപ്പച്ചൻ്റെ മടിയിലായിരുന്നു. അപ്പച്ചൻ രാവിലെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ഉടനെ ഈ റോമിലെ പോപ്പിനെ കുറിച്ചും 7ാം കപ്പൽക്കട ഇന്ത്യക്ക് വന്നതൊക്കെ പറഞ്ഞു. അപ്പച്ചൻ ഇമാജിൻ ആക്കുന്നില്ല എന്തോന്ന്. അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, മോനെ നീ അമേരിക്ക ചെല്ലുമ്പോൾ ഇത് കണ്ടു പഠിക്കണോ, എന്തുവാന്ന് എന്നോട് ഇപ്പം ഒന്ന് പറയണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം മനസ്സിൽ കിടന്നു. അങ്ങനെ ഇത് പല കാര്യങ്ങളും ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മിലിറ്ററി എന്ന് പറയുന്നത് അന്ന് ഇങ്ങനെ ഒരു ആവേശകരമായ ഒരു ചിന്തയായിട്ട് മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു. എനിക്ക് നമ്മൾ എൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഇന്ത്യൻ മിലിറ്ററിയിൽ ഒരിക്കലും ചേരാൻ ഒക്കത്തില്ല. മനസ്സിലായോ? എനിക്കൊരു ചോദ്യമായിരുന്നു അത്, എങ്ങനെ ഇതിനകത്ത് കയറി പറ്റില്ല. അപ്പോൾ പക്ഷേ അമേരിക്കയിലെ ഹൈറ്റ് അല്ല, ഇൻ്റലിജൻസ് അവർ നോക്കുന്നത്. ഓ അത് ശരി. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. ഇപ്പം ഞാൻ ഐ ഹാഡ് ടു ജംപ് ഫ്രം 4 story ഹൈറ്റിൽ നിന്ന് ഓഷ്യനിൽ ചാടണം. പിന്നെ ഏകദേശം 1/2 മൈലോളം സ്വിം ചെയ്യണം. ഹാഫ് മൈലല്ല, ഒരു 1/4 മൈൽ ഷോർ ലൈനിലോട്ട് സ്വിം ചെയ്യണം. പിന്നെ നൈറ്റിലത് അന്നത്തെ കാലത്ത് ചെയ്യാൻ ചാടിക്കാം. അപ്പം നമുക്ക് മൂണിൻ്റെ ഡയറക്ഷൻ നോക്കി വേണം സ്വിം ചെയ്യാൻ, അല്ലെ വേവിൻ്റെ ഡയറക്ഷൻ. അതൊക്കെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമാണോ അതോ? ട്രെയിനിൻ്റെ ഭാഗമാണ്. കാരണം ഞങ്ങൾ എയർവിങ് അല്ലായിരുന്നു. എയർവിങ്ങിൽ എപ്പോഴും സീയുമായിട്ട് എപ്പോഴും ഹൈറ്റിൽ നിന്ന് ചാടേണ്ടി വരും. നേവിയിലെ എയർ ഡിപ്പാർട്ട്മെന്റില്ല. ഞാൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ A6 Intruder എന്ന് പറഞ്ഞാൽ ബോംബർ നാവിഗേഷനിലായിരുന്നു ഞാൻ. ഓക്കെ. അതായത് ഫ്ലൈറ്റിൽ അല്ല നമ്മുടെ ജെറ്റിൽ പോയിട്ട് നമ്മൾ ബോംബ് ചെയ്യണം. ഒറ്റയാളായിട്ടാണ് പോകുന്നത്? പൈലറ്റ് ഉണ്ട് ഇപ്പുറത്ത്. എനിക്ക് പൈലറ്റ് ക്വാളിഫിക്കേഷനിലാണ് ഞാൻ അന്ന് കോളേജിൽ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ കോളേജിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് പൈലറ്റായിട്ട് ട്രെയിൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞ ഉടനെ ചേരുമായിരുന്നു അതോ? ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് നേവൽ സ്കൂളുകളിൽ കൂടെ, നേവലിൻ്റെ പല സ്കൂളുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ ബേസിക് ട്രെയിനിങ് ഉണ്ട്, മിലിറ്ററിയെ കുറിച്ച് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഏവിയേഷനെ കുറിച്ച് പഠിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ട്രേഡ് വെച്ച് പിന്നെ പ്ലെയിൻ ക്യാപ്റ്റൻ കോഴ്സസ് ഉണ്ട്. പ്ലെയിൻ ക്യാപ്റ്റൻ കോഴ്സസിൽ നിന്നാണ് നാവിഗേഷൻ. ഓക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ജോയിൻ ചെയ്ത് എത്ര കാലത്തിനുള്ളിലാണ് ആദ്യത്തെ ഒരു പിന്നെ മിലിറ്ററി അല്ലെങ്കിൽ ഒരു യുദ്ധമുന്നണിയിലോട്ട് പോകുന്നതെന്നാ? ഓക്കെ, ഞാൻ ആദ്യം ഇവിടുന്ന് കോഴ്സസ് എല്ലാം കഴിഞ്ഞ് 85 സ്ക്വാഡ്രണിൽ ചേർന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൂ ബ്ലാസ്റ്റർ എന്ന് പറയുന്ന VA-34 പറയുന്ന ഒരു സ്ക്വാഡ്രനാണ്. ഈ സ്ക്വാഡ്രൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾ വെതർ, റെയിൻ, ഷൈൻ, ഏത് കാലാവസ്ഥയിലും വി വിൽ ഡെലിവർ 36,000 pounds ഓഫ് ബാംബ് ഓ മിസൈൽ. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് അൾട്ടിമേറ്റ്ലി എ ഡിസ്ട്രക്ഷൻ. അപ്പം അങ്ങനെ ഒരു സ്ക്വാഡ്രനിലാണ് ഞാൻ ചെന്ന് ചേർന്നു. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ജോസഫ് ജോർജ് ആയതുകൊണ്ട് ഇവർക്കറിയത്തില്ല ഞാൻ വെളുത്തതാണോ കറുത്തതാണോ അമേരിക്കനാണോ അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് അപ്പോയിൻറ്റും കൊണ്ട് ഓർഡറും കൊണ്ട് അവിടെ ചെന്ന് കമാൻഡിങ് ഓഫീസറെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഹു ആർ യു? അവന് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ഇഷ്ടപ്പെട്ടതല്ല, എന്നോട്. പിന്നെ അവരെല്ലാം ഭയങ്കര ടേക്ക് കെയർ ആയിരുന്നു. അന്ന് കോൾഡ് വാർ ടൈമാണ്. കോൾഡ് വാർ റഷ്യയുമായിട്ട്. ഇപ്പം ഇന്ത്യക്കാരനായിട്ട് ലുക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ മിലിറ്ററിക്കകത്ത് എന്തു ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ സോവിയറ്റ് സ്പൈ എൻ്റെ ഒരു തൗസൻഡ്സ് ഓഫ് ഫോട്ടോ എടുത്തിട്ടുണ്ട് പല രീതിയിൽ. ഞാൻ ഓർക്കുന്നു, ഞാൻ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പോവല്ലോ, യാത്ര ഓരോരുത്തർ ഷിപ്പ് കൊണ്ട്, വലിയ ഷിപ്പില്ല, എയർക്രാഫ്റ്റ് കാരിയർ, 100 പ്ലെയിനും 7500 പേഴ്സണാലിറ്റീസും ഉണ്ട് അതിനകത്ത്. ഒറ്റ ഷിപ്പിൽ. അപ്പോൾ ആ ഷിപ്പ് പലയിടത്ത് പോകും. പലയിടത്ത് പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലല്ല, അന്നത്തെ നേവി എല്ലായിടത്തും ഇറങ്ങും, കരകളിൽ ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഇവർ പിന്നെ റഷ്യക്കാരി നല്ല സുന്ദരിയായ പെണ്ണുങ്ങളെ കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് എന്നോട് ചോദിക്കും,
കാരണം ഈ സെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർട്ടി മനസ്സിലായി. അപ്പോൾ അത് അതിനകത്തെല്ലാം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമേരിക്കയുടെ പ്രത്യേക ഒരു കമാൻഡ് പോലെ ഒരു പാർട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒരു വിധത്തിലും അവരെ കൊണ്ട് അടിപ്പിക്കത്തില്ല. എനിവേ അങ്ങനെ പിന്നെ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ ഒരു മിലിറ്ററി ആക്ഷൻ എന്തായിരുന്നു? ആദ്യത്തെ മിലിറ്ററി ആക്ഷൻ എന്ന് പറയുന്നത് മേജർ ആക്ഷൻ എന്ന് പറയുന്നത് ലിബിയയിലാണ്. 1986 ഓപ്പറേഷൻ ഗ്രാൻഡ് എൽഡോറാഡോ. അതായിരുന്നു ആദ്യത്തെ ഓപ്പറേഷൻ. ലിബിയയിൽ അന്ന് കേണൽ ഗദാഫിയുടെ ചെറുപ്പ സമയം. ഗദാഫി അന്ന് വളരെ ചെറുപ്പമാണ്. ഗദാഫിയുടെ അന്ന് അമേരിക്കയെ പ്രകോപിപ്പിച്ച എന്തുവാ? ഗദാഫിക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ, ലിബിയക്കെതിരെ ഒരു അറ്റാക്ക് നടത്താൻ എന്തോ പ്രേരിപ്പിച്ചു? അതിന് കാരണം ഈ അമേരിക്കയുടെ പല ബേസുകളിൽ ഇവർ ബോംബ് ചെയ്തു. ഇപ്പം ഈ റീസെൻ്റ്ലി ഇറാൻ ചെയ്ത പോലെ തന്നെ അത് പണ്ടത്തെ ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ അവർ ഇംപ്രൂവൈസ് ചെയ്യുന്നേ ഉള്ളൂ. പണ്ട് തൊട്ട് ഇവരുടെ ബേസുകളിൽ കൊണ്ടുവന്ന് ട്രക്കെ കൊണ്ട് ബോംബ് ചെയ്യും. മനസ്സിലായി. ഒരു ഭീകര പ്രവർത്തനമായിട്ട് അമേരിക്കയെ ഓടിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഓടിച്ച ഒരു 2-3 ഓപ്പറേഷനിലാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലെബനോണിലെ ബോംബിലാണ് എനിക്ക് തീർച്ചയായും മിലിറ്ററി ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ഡിസ്കോ ക്ലബ്ബ് ബോംബ് ചെയ്യുന്ന ആ ബോംബിൻ്റെ സമയത്ത് വി ആർ ഇൻ മെഡിറ്ററേനിയൻ സീ. ഷിപ്പ് അവിടെയാണ്. അപ്പോഴാണ് പ്രസിഡന്റ് റേഗൻ്റെ ഓർഡറാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഈ സിഗ്നാല സിസിലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ് ഓർഡർ വന്നത് വി ആർ ഡിപ്പാർട്ടിങ് ടു അവിടെ മിഡിൽ ഓഫ് ദി ഓഷനിലാണ് ക്യാപ്റ്റൻ കമാൻഡിങ് ഓഫീസർ വിളിച്ച് പറയുന്നത് വി ആർ എൻ്ററിങ് ഇൻ ടു കോമ്പാറ്റ്. ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ എത്തിക്കൂട്ടോ? ഞങ്ങളുടെ സമയത്ത് ഇപ്പോഴത്തെ കറണ്ട് കോഡ് എനിക്കറിയത്തില്ല. പണ്ട് കാലത്ത് അവർ പറയുമായിരുന്നു വെപ്പൺസ് റെഡി, വാണിംഗ് യെല്ലോ, വാണിംഗ് ഗ്രീൻ, വാണിംഗ് റെഡ്. വാണിംഗ് റെഡ് ആണെങ്കിൽ വി ഫയർ. ഓക്കെ, വാണിംഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ വി റിലാക്സ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാൻ അഡ്വാൻസ്. ഓക്കെ, യെല്ലോ എന്ന് പറയുന്നത് ഇസ് ഹാൻഡ്സ് ഓൺ ദ ടിഗർ. റെഡിയായി നിൽക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ആ പിന്നെ ഒരു മിലിറ്ററി ആക്ഷനിൽ നേരിട്ട് പോയി ബോംബ് ചെയ്തു. അത് ആദ്യം ബോംബ് ചെയ്തത് അവരുടെ ഒരു ബാറ്റിൽ ഇതായിരുന്നു, ഷിപ്പിനെയാണ് ആദ്യം ബോംബ് ചെയ്തത്. ബി സിങ്ക് ദ ഷിപ്പ്, നോ സർവൈവേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രോസ് ദ ബോർഡർ ടു ബംഗാസി എന്ന് പറയുന്ന ഇവരുടെ ബോർഡർ ബംഗാസിയിലാണ്. അവിടാണ് അവർ ഇത് ചെയ്തത് ലൈൻ ഓഫ് ഡെത്ത്. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ പാച്ച് നോക്കി അറിയാം. അവിടെ പാച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാച്ച് എന്ന് പറയുന്നത് ഐ ക്രോസ് ദ ലൈൻ ഓഫ് ഡെത്ത്. ഇനി സ്പിരിച്വലായിട്ട് പറയുമ്പോൾ അടുത്ത ലൈൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് എറ്റേണൽ ലൈഫിലേക്ക്. ഇതെന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് പറഞ്ഞ ഒരു കാര്യത്തിന് ലൈൻ ഓഫ് ഡെത്ത് നമ്മൾ, അതായത് ആ ലൈൻ ക്രോസ് ചെയ്താൽ, അമേരിക്കൻ മിലിറ്ററി ക്രോസ് ചെയ്താൽ നിങ്ങളെ തട്ടിയേക്കും. അതാണ് കാര്യം. ഈ സംഭവം എന്തുവാ? ഇത് ആദ്യത്തെ എൻ്റെ ട്രിപ്പാണ് ഓരോ രാജ്യങ്ങളിൽ പോയത്. ഇറ്റലി, ഫ്രാൻസ്, സ്പെയിന്, ടർക്കി, ഇസ്രയേൽ, USA. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നോർത്ത് അറ്റ്ലാന്റിക് പോയ എൻ്റെ പാച്ച്. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ക്വാഡ്രനാണ്, ഡെത്ത് സ്ക്വാഡ്രൻ. അതിൻ്റെ ലോകയാണ്. അത് ഭയങ്കര ലോകയാണ്. ഇപ്പോഴും ആ സ്ക്വാഡ്രൻ ഉണ്ട്. ഇപ്പോഴേ VA എന്നുള്ള VF ആക്കി, ഫൈറ്റർ സ്ക്വാഡ്രൻ. ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് ബോംബിങ് സ്ക്വാഡ്രൻ. ഇത് ഞാൻ സൂയസ് കനാൽ, വലിയ ഷിപ്പും കൊണ്ട് സൂയസ് കനാൽ ക്ലോസ് ചെയ്തു. അപ്പോൾ അതൊക്കെ അതൊരു വലിയ ഓർമ്മയാണ് അല്ലേ? അതെ, വലിയ മിലിറ്ററി നമുക്ക് തരുന്ന മിലിറ്ററി തന്നെ. ഓരോരുത്തർക്ക് ചെല്ലുമ്പോൾ, നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ പാച്ച് തരും. പിന്നെ മെഡലും അവാർഡ് വേറെയുണ്ട്. അതെ, മനസ്സിലാവും. ഓക്കെ, എനിവേ, അപ്പോൾ അങ്ങനെ ആ യുദ്ധ മുന്നണിയിൽ ആദ്യം ഒരു ഷിപ്പ് തകർക്കുന്നു. രണ്ടാമത് പിന്നെ എത്ര സമയം ഇത് ചെയ്തു? നമ്മൾ 3 ദിവസത്തെ ഓപ്പറേഷൻ ആയിരുന്നു. 3 ദിവസത്തെ ഓപ്പറേഷൻ പലയിടത്തു നിന്ന് ബോംബേഴ്സ് വന്നു. ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ബേസ്, ആർമിയുടെ ബേസ് സാം മിസൈൽ എന്ന് പറയും. ആ ബാറ്ററികൾ പൊളിച്ച് കളയുക, സർഫേസ് ടു എയർ മിസൈൽ അത് കളയുക. പിന്നെ ഞങ്ങൾ അവരുടെ കോമ്പൗണ്ട് ഉണ്ടായിരുന്നു, മുഹമ്മദ് ഖഡാഫിയുടെ കോമ്പൗണ്ട്. അവിടെ ബോംബ് ചെയ്ത് അവരുടെ ഒരു കുഞ്ഞാരും മരിച്ചു പോയെന്ന് ഞാൻ പിന്നെ ലേറ്റർ അറിഞ്ഞു. പിന്നെ ഐഷ ഖഡാഫി ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പുള്ളിക്കാരുമായിട്ട്.
ഓക്കെ. എനിവേ അന്ന് അതിനുശേഷം പിന്നീട് ദീർഘനാളുകൾക്ക് ശേഷമാണ് ഗദാഫി കൊല്ലപ്പെടുന്നത്, സമീപകാലത്താണ്. പക്ഷേ അന്ന് ഉണ്ടായ ഈ അറ്റാക്ക് നേരിട്ട് ഇടപെട്ട വേറെ മലയാളികൾ വല്ലതും ഉണ്ടോ? ആരുമില്ല. ഞാൻ 7500 പേഴ്സണാലിറ്റീസ് ആ എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടായിരുന്നതിൽ ഇന്ത്യൻസ് ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റ ഒരു ഇന്ത്യൻ. ഓ, ആ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ സൈന്യത്തിൽ ചേരുക എന്നുള്ളത് ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചെറിയ ജോലി ചെയ്യണം, നേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ, പിന്നെ അവരെല്ലാം ചെറിയ ജോലി ചെയ്ത് ഇങ്ങനെ ജീവിക്കണം. ഇപ്പം ധാരാളം പേര് ചെറുപ്പക്കാർ മിലിറ്ററിയിലുണ്ടല്ലോ മലയാളം. ഇപ്പം പ്രൊമോഷൻ ഉണ്ട്, എന്തോന്നറിയോ, ഇവരെ സ്കൂളിൽ പഠിക്കാനും അതിനായിട്ടും. പിന്നെ കാരണം ഇപ്പം പല കുട്ടികൾ വാൾട്ടർ റീഡ് ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർ ഒരു മിലിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം മിലിറ്ററിയുടെ ഈ ചേഞ്ചസ് വരുത്തി, മനസ്സിലായോ? അന്ന് ഈ ആ നേവിയും എയർഫോഴ്സും വൈറ്റ്സ് അമേരിക്കയുടെ കാര്യമില്ലായിരുന്നു. ഓക്കെ. ആർമി എന്ന് പറയുന്നത് ബ്ലാക്ക്സ് ആയിരുന്നു ഡോമിനൻ്റ്, വെള്ളക്കാരായിരുന്നു കമാൻഡിങ്ങിലെ, ബ്ലാക്ക്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതായപ്പോൾ നമ്മുടെ ആൾക്കാർ അവിടെ വളരെ ചുരുക്കമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നല്ല ഒരു ടീം ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യണം. റിസ്ക് ഉണ്ട്. ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് പ്ലേസാണ്. ഫ്ലൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എയർപോർട്ട് 100 പ്ലെയിനകത്താണ് നമ്മൾ ഓടി നടക്കുന്നത്, അത്രയും ഫീൽഡിനകത്ത്. ഇത് കുഡ് ബി സക്ട് ഇൻ, ഇറ്റ് ബി ത്രോൺ ഔട്ട്. എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റി, അബദ്ധമല്ല, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഈ JBD എന്ന് പറഞ്ഞ സാധനമുണ്ട്, JBD എന്നാൽ ജെറ്റ് ബ്ലാസ്റ്റിങ്ങിന് എഴുതിയത്. അപ്പോൾ ഒരെണ്ണം കേവ് ചെയ്തു, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഫ്ലൈ ചെയ്തു. ദൈവാധീനത്തിന് ഞാൻ നെറ്റേ വീണ് കിടന്നു, ബാക്കി 2-3 പേര് വെള്ളത്തിൽ പോയി, മരിച്ചുപോയി. അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവും, പിന്നെ ഹെലികോപ്റ്റർ ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ പല അബദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, ദൈവം എല്ലാം അവിടെ നിന്ന് വിടുവിച്ചു. ഓക്കെ. പിന്നെ അങ്ങനെ ഈ സൈനിക ഇതിൽ 10 വർഷമായിരുന്നു ഈ കാലഘട്ടം അല്ലേ? അതെ. അതിനുശേഷം എന്ത് ചെയ്തു? 10 വർഷത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കോളേജ് ലൈഫ് തുടങ്ങി. 10 വർഷം, അതായത് 18 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ? അല്ലല്ല, ആദ്യം ആക്റ്റീവ് ഡ്യൂട്ടി കഴിഞ്ഞ് 22-23 വയസ്സായപ്പോൾ ഞാൻ കോളേജിൽ ചേർന്നു. ഓക്കെ. അപ്പോൾ കോളേജ് ഡിഗ്രി എടുത്തോണ്ട് പിന്നെ റിസർവാണ്. ശരി. പിന്നെ വിളിക്കുമ്പോൾ പോയാൽ മതി, വീക്കെൻഡിൽ പോയാൽ മതി. ഓക്കെ. വീക്കെൻഡിൽ പോയാൽ. ഓക്കെ. അപ്പോൾ വീക്കെൻഡിൽ പോകണം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബാറ്റിൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോകണം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഒരു പ്രാവശ്യം നമ്മളെ ഏറ്റവും ടെയിൽ എൻഡിലാണ് കുവൈറ്റ് വാർ. ഓക്കെ. പിന്നെ എൻ്റെ കമാൻഡിങ് എന്ന് പറയുന്നത് കുവൈറ്റ് വാറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആ ബേസിക് ഏറ്റവും അവസാനം. ഡയറക്ഷനിൽ പോയില്ല. അന്ന് നമുക്ക് പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ബാഡി ബാഗ് കൗണ്ട് ചെയ്യുന്നതൊക്കെ, അങ്ങനെ ഡെഡ് ബോഡി വരുന്നവരായിട്ട് ചെയ്യുന്നതൊക്കെ ടേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു, അപ്പോൾ അതിൻ്റെ ടെയിൽ എൻഡ് സർവീസാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിസൈൽ സിസ്റ്റം ഉണ്ട്, അലാസ്കായി വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ പ്രിപ്പയർനെസ്സിന് അവരെ സഹായിക്കാൻ പോകുമായിരുന്നു. ഓക്കെ. അപ്പോൾ എന്നാണ് ഈ മിലിറ്ററി ജീവിതം അവസാനിപ്പിച്ചത്? 93 അവസാനിപ്പിച്ചു. അതിന് ശേഷം പിന്നീട് എന്തുമായിരുന്നു? അതിന് ശേഷം ഞാൻ ചെയ്തത്, ഞാൻ അമേരിക്കൻ എയർലൈൻസിൽ ജോലി കയറി. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമേരിക്കൻ എയർലൈൻസിൽ ജോലി ചെയ്തു. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി. കൺസ്ട്രക്ഷൻ കമ്പനി ഒരു 200ഓളം ഗ്യാസ് സ്റ്റേഷൻ ഈ ഇവിടുത്തെ അടുത്തടുത്ത സ്റ്റേറ്റുകളിൽ പണിതിട്ടുണ്ട്. അത് ഗ്യാസ് സ്റ്റേഷന്, ഹോട്ടല്, 2 മുസ്ലിം മാസ്ക്, പിന്നെ ചർച്ച, അങ്ങനെയൊക്കെ പല സാധനങ്ങൾ ഞാൻ പണിതു. അത് കഴിഞ്ഞിട്ട് അത് 2008 വരെ ആ കമ്പനി കൊണ്ടുപോകണം. ഓക്കെ. അതിനിടയ്ക്ക് ഞാനൊരു ലെമസീൻ കമ്പനി തുടങ്ങിയായിരുന്നു. ലെമസീൻ കമ്പനി വലിയ വണ്ടി സെർച്ച് ചെയ്തു. അപ്പം അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനകത്തൊരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ, ലെമസീൻ വണ്ടിയല്ലേ ഈ ബിയറും വൈനും ഒക്കെ പോകുള്ളൂ. അപ്പോൾ എൻ്റെ ഫാദർ ഒരു ദിവസം ഇതിനകത്ത് കയറിയിട്ട്, ഞാനിങ്ങനെ പപ്പായ പുതിയ വണ്ടി കാണിച്ചപ്പോൾ അതിങ്ങനെ പപ്പ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ബിയറും വൈനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞ് ഇത് നമുക്ക് പറ്റിയല്ല, അത് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഓക്കെ നിർത്തി. അങ്ങനെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്, അത് ലിക്വിഡേറ്റ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ഞാൻ ഏവിയേഷൻ കമ്പനി തുടങ്ങി. ഏവിയേഷൻ കമ്പനി? ഇപ്പോൾ പാസഞ്ചർ പ്ലെയിൻ, ഇപ്പോൾ ഈ ഡൽഹിയിലൊക്കെ എൻ്റെ പ്ലെയിനുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത പ്ലെയിനുകൾ. ഞാൻ തുടങ്ങിയൊരു കമ്പനിയുടെ ഒരു പ്ലെയിനാണ് ക്രാഷ് ചെയ്ത് മഹാരാഷ്ട്രയിലെ പ്രൈം മിനിസ്റ്റർ അജിത് പവാർ അല്ലേ, ആ കമ്പനി ഞാനിവിടെ കൂടി തുടങ്ങിയതാണ്, VSR.
അത് ശരി. എൻ്റെ പാർട്ട്നേഴ്സായിരുന്നു അവർ. ഞാൻ പിന്നെ എൻ്റെ ലിക്വിഡേറ്റ് ചെയ്ത് ഞാൻ മാറിപ്പോയി. ഓക്കെ. എന്നിട്ട് ഈ ഏവിയേഷൻ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇതെല്ലാം നമ്മൾ ഈ പിന്നെ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ അതൊന്ന് കൺക്ലൂഡ് ചെയ്താൽ ഇപ്പം എന്തോ ചെയ്യുന്നു? ഇപ്പോൾ എനിക്ക് ഞാൻ സ്വന്തമായിട്ടുള്ള 2 കമ്പനികളും പാർട്ണർഷിപ്പിൽ ഒരു കമ്പനിയുണ്ട്. ഓക്കെ. പാർട്ണർഷിപ്പിലുള്ള കമ്പനി എന്ന് പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിയാണ്. അത് ഡിഫൻസ് പ്രോജക്റ്റിന് വേണ്ടി മാത്രമുള്ള. ഡിഫൻസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സൈനികർക്ക് സൈനിക ഇപ്പം ഇക്വിപ്മെൻറ്റ് മോഡേണൈസ് ചെയ്യുക അമേരിക്കയുടെ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം അമേരിക്കൻസ് ലീഡർഷിപ്പാണ്. കേണൽ, ജനറൽ അങ്ങനെയുള്ള പാർട്ടികളും പിന്നെ വർക്കേഴ്സും. അങ്ങനെ നമുക്ക് ഡിട്രോയിറ്റിലും ആലബാമയിലും അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ. അത് പ്രൊഡക്ഷനാണോ അതോ അല്ല മോഡിഫിക്കേഷൻ? കാരണം മിലിറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഏതാണ്ട് 40 yearsആണ് ഒരു വെഹിക്കിളിൻ്റെ ലൈഫ്. അപ്പം ഒരു ബാറ്റിൽ പ്രിപ്പറേഷന് വേണ്ടി ഉണ്ടാക്കിയത് അടുത്ത ബാറ്റിലിന് കൊള്ളത്തിലാണ്. അതായത് അപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്യും. അത് കൊണ്ടുവന്നിട്ട് മോഡിഫൈ ചെയ്യും അപ്പോൾ അടുത്ത ബാറ്റിലിന് വേണ്ടി. ഓക്കെ. അപ്പോൾ അതൊന്ന്. പിന്നെ മറ്റുള്ളത് 2 മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫയർ ആം മാനുഫാക്ചറിങ് ഉണ്ട്, അമ്യൂണിഷൻ ഉണ്ട്. ഫയർ ആം എന്ന് പറയുമ്പോൾ തോക്കിൻ്റെ ബിസിനസ്. അതായത് മിലിറ്ററി ഗ്രേഡ് തോക്ക്, അസാൾട്ട് റൈഫിള്, സ്നൈപ്പർ റൈഫിള്, അങ്ങനെയുള്ള. ഓക്കെ. പിസ്റ്റളല്ല, മറ്റേ അതിപ്പോഴും സ്റ്റിൽ ഉണ്ട് മാനുഫാക്ചറിങ്. ലൂയി ഷിക്കാഗോ എന്ന പേരിൽ അറിയപ്പെടുകയും ആ നിലയിൽ ഒരു മലയാളി അമേരിക്കൻ നേവിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ പല മിലിറ്ററി ആക്ഷനുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ പിന്നെ ഇപ്പം പുതുതായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന മിലിറ്ററിയിലൊക്കെ ജോയിൻ ചെയ്യുന്നവരോട് തന്നെ പറയാനുള്ളത് മലയാളികൾ അത് പറയുമ്പോൾ ആ ഒരു നല്ല ചോദ്യമാണ്. കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ഇൻട്രസ്റ്റ് ചെയ്യുന്നത് ഒരു ഫാദറും ഒരു മദറും സിബ്ലിങ്സും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും ആ കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി വരുന്ന തലമുറയോട് പറയാനുള്ളത്, മിലിറ്ററി ഈസ് സെർവിങ്. നമ്മൾ രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സെർവിങ്. അതിനകത്തുനിന്ന് ഏത് ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതല്ല, അത് ആവശ്യമാണ്. ബെനിഫിറ്റ് നേഷൻ നമുക്ക് ബെനിഫിറ്റ് തരും. പക്ഷേ രാജ്യത്തെ സെർവ് ചെയ്യുക, അൺകണ്ടീഷണലി സെർവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മോട്ടീവ്. ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, രാജ്യത്തിന് വേണ്ടി നമ്മൾ സെർവ് ചെയ്യണം, മറ്റുള്ളവരെ സെർവ് ചെയ്യണം. നമ്മുടെ ഫാമിലി, കൾച്ചർ വാല്യൂസ് ഇതെല്ലാം പ്രിസർവ് ചെയ്യണം. അങ്ങനെ മനസ്സിലാവും. അല്ലാതെ ചില കുഞ്ഞുങ്ങളെ ഇപ്പം ഞാൻ ഇത്രയും 50 വർഷത്തോളമായി ഇവിടെ വന്നിട്ട് മലയാളം കൾച്ചർ എനിക്ക് വേണ്ട, എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മക്കൾക്കും അറിയാം, അവർക്കും അറിയാം മലയാളവും കാര്യങ്ങളും. അവരോട് ഇടപെട്ടാൽ അവർക്കറിയാം കേരള കൾച്ചർ അവർക്കുണ്ട്. ഉണ്ട്. കാരണം നമ്മളുടെ ഐഡന്റിറ്റി പ്രിസർവ് ചെയ്യാന്നുള്ള അത് നിലനിർത്തുമ്പോൾ തന്നെ ഒരു അമേരിക്കൻ ജീവിതമാണ് നയിക്കുന്നത്. അമേരിക്കയോട് കൂറുണ്ട്. അമേരിക്കയുടെ വളർച്ചയിൽ അമേരിക്ക നമ്മുടെ രാജ്യമല്ലേ, നമ്മളുടെ രാജ്യത്ത് നമ്മൾ പ്രിസർവ് ചെയ്യണം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ന്യൂ ജനറേഷൻ സംബന്ധിച്ച് അവരുടെ മദർ കൺട്രിയാണ്. അതെ, അവരിവിടെ ജനിച്ചു വളർന്നുള്ളത് അവരുടെ കൺട്രിയാണ്. അപ്പോൾ അവരുടെ കൺട്രിയിൽ നമുക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞ് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആ പേരൻസും പറയേണ്ടത് ഒരു കാര്യമുണ്ട്. ഈ പിന്നെ നമ്മുടെ ഇന്ത്യയോ അല്ല സംസ്കാരത്തെയോ സ്ത്രീ ക്രിസ്ത്യാനിറ്റിയോ ഒന്നും നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് അതിലും നമ്മുടെ എത്നിക് കൾച്ചറിലും നമ്മൾ പിന്നെ പ്രൗഡായിരിക്കണം. ആസ് എ അമേരിക്കൻ എന്നുള്ള നിലയിലും പ്രൗഡായിരിക്കണം. കാരണം അതിനകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല. ബ്രെയിനിൽ മനസ്സിലായോ? സ്ട്രഗിൾ നമ്മൾ തന്നെ ഉണ്ടാക്കരുത്. ഓക്കെ. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഇവിടെ ദീർഘവർഷങ്ങൾ അമേരിക്കൻ നേവിയിൽ സേവനമനുഷ്ഠിച്ച നിർണായകമായ ചില ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുത്ത ഒരു സൈനികൻ്റെ കൂടെയാണ്, ഒരു റിട്ടയർഡ് സൈനികൻ്റെ കൂടെയാണ് ഞാൻ ഇത്രയും നേരം ചിലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതവുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ് മറ്റു കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. പ്രത്യേകിച്ചുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 250 വർഷം പൂർത്തിയായി അമേരിക്ക സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. അമേരിക്കൻ സമൂഹം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, എല്ലാ
എത്നിക് ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള പല കൾച്ചറിൻ്റെ ഒരു മിക്സാണ് അമേരിക്ക എന്ന് പറയുന്നത്. അങ്ങനെ ആ മിക്സായിട്ടുള്ള അമേരിക്കയിൽ ഒരു നിർണായക ശക്തിയായി ഇന്ത്യക്കാരുണ്ട്, അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി മലയാളികളുണ്ട്. അവരുടെ ഒരു പ്രതിനിധി ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സൈന്യത്തിൽ ജോയിൻ ചെയ്യുകയും അദ്ദേഹത്തിന് ആ നിലയിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മലയാളിയെ കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.